ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. ഇതേ രീതിയിൽ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റിസൾട്ട് എന്തെന്ന് അറിയില്ല. ശരിക്കും ഇത് പഴയ കോഴിക്കാട്ടവും ഇത് പഴയ ആട്ടുംകാട്ടം പൊടിച്ചതും, പിന്നെ ഒരു സ്പൂണ് നാടൻ പശുവിൻ്റെ നെയ്യ്, ഒരു സ്പൂണ് തൈര്, 300 ഗ്രാം ശർക്കര ഉരുക്കി തണുപ്പിച്ച് ഒഴിച്ചു. എല്ലാം കൂടി ഇതിലേക്കിപ്പോൾ ഒരു 4-5 ദിവസമായി നല്ലോണം ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. ഇതിനെ അരിച്ചിട്ട് ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾ ചട്ടിയിൽ നടുമ്പോൾ ട്രാൻസ്പോർട്ട് ചട്ടിയിൽ ഇടുമ്പോൾ പുതിയ മറ്റ് സ്ഥിരമായ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചട്ടി നിറയും. ലിക്വിഡ് ഫെർട്ടിലൈസർ പിന്നെ കുഴപ്പമില്ല, നിറയുന്നില്ല. ഒരാവശ്യത്തിന് ഉപയോഗിക്കുന്നില്ല. ഇതാണ് ഇതിന് കാലാകാലം ഈ ഫെർട്ടിലൈസർ തന്നെ ഉപയോഗിക്കാൻ പറ്റും. വേറെ ഒന്നും വേണ്ടിയില്ല. ഇതിനകത്ത് ബാക്ടീരിയയാണ്. പിന്നെ ഇതിനകത്ത് സൂഡോമോണസും ട്രൈക്കോഡർമയും കുറേശ്ശെ പൗഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ബാക്ടീരിയകളും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ചെടികൾക്ക് നമുക്ക് എന്ത് വളം ഇട്ട് കൊടുത്തിട്ടും കാര്യമില്ല. അതിനകത്ത് ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ മാത്രമേ ചെടികൾക്ക് നൈട്രജനും പൊട്ടാസ്യവും ഫോസ്ഫറസൊക്കെ ചെടികൾക്ക് അതിൻ്റേതായ രീതിയിൽ വലിച്ചെടുത്ത് കൊടുക്കാം. നേരിട്ട് ചെടികളൊന്നും വലിച്ചെടുക്കാൻ കഴിയില്ല. ഈ ബാക്ടീരിയകളൊക്കെ ചെയ്ത് കൊടുക്കണം. ബാക്ടീരിയയുടെ എണ്ണം കൂടുന്നതും ചെടിയുടെ വളർച്ചയും തോട്ടുണ്ടാവലൊക്കെ കൂടും. അപ്പം അത് ഈ രീതിയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത് തീർന്നാലും ഇതൊരു കാഭാഗം ഇതെടുത്ത് തീർന്ന് കാഭാഗം ആയിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതിനകത്ത് ശർക്കര കലക്കി ഒഴിച്ചാൽ മാത്രം മതി. ഇത് 300 ഗ്രാം ശർക്കര കലക്കി ഒഴിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നിറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചക്ക് വീണ്ടും ഇത് കണക്ക് തന്നെ ഫെർമെൻറ്റേഷൻ നടന്ന് ബാക്ടീരിയ എണ്ണം വർദ്ധിച്ചോളും. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെർമനൻ്റായിട്ട് ഇത് കുറേ കാലം ഇത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാ ആഴ്ചകളിലും ഒരു പ്രാവശ്യം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ, ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത്ര ആവശ്യമാണ്. ഇതിപ്പോൾ ഒരു മണം വരുന്നുണ്ട്, നല്ല സ്മെല്ല്. നെയ്യിൻ്റെ തൈരിൻ്റെ അങ്ങനെ എന്തോ ഒരു മണം വരുന്നു. തൈരിൻ്റെ മണം, മോരിൻ്റെ മണം വരെയൊക്കെ വരുന്നുണ്ട്. മണം വരുന്നുണ്ട്, സ്മെല്ലുണ്ട്. പൊട്ട സ്മെല്ലല്ല, നല്ല സ്വീറ്റ് സ്മെല്ലാണ് ഉള്ളത്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒന്നിക്കൊന്ന് വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കും. 1 കപ്പ് വെള്ളം എടുത്തിട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ട്രാൻസ്പോർട്ടിൻ്റെ കടയിൽ ഒഴിച്ചു കൊടുക്കും.